വിജയുടെ ഏറ്റവും അവസാനത്തെ സിനിമയായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ അടുത്തുള്ളൊരു സിനിമയാണ് ജനനായകൻ അഥവാ ജനനേത എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമ കഴിഞ്ഞ 9-ാം തീയതി റിലീസാവേണ്ടതായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റിലീസാവേണ്ടതായിരുന്നു. പക്ഷേ അത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, സെൻസർ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ അതിൻ്റെ ഔദ്യോഗിക പേരതാണ്. അവർ യഥാർത്ഥത്തിൽ ഇതിന് ചില കട്ടുകൾ വേണമെന്ന് ആദ്യം തന്നെ നിർദ്ദേശിച്ചു. പക്ഷേ കട്ടുകൾ വേണമെന്ന് നിർദ്ദേശിച്ചിട്ടും അവിടുത്തെ റീജിയണൽ സെൻസർ ബോർഡ് യഥാർത്ഥത്തിൽ 5-ൽ 4 പേരും ഇതിന് UA സർട്ടിഫിക്കറ്റോടുകൂടി, ഈ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വന്നാൽ UA സർട്ടിഫിക്കറ്റോടുകൂടി സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാം എന്ന് പറയുന്ന ഒരു നിലപാടാണ് എടുത്തത്. പക്ഷേ അങ്ങനെ നിലപാടെടുത്തതിന് ശേഷം പെട്ടെന്ന് ഈ പറയുന്ന പോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ചെയർമാൻ തന്നെ ഈ കാര്യത്തിലേക്ക് ഇടപെടുകയും ആ ഇടപെട്ടതിന് ശേഷം ഇത് അങ്ങനെ ഒരു അനുമതി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിവൈസിങ് കമ്മിറ്റിക്ക് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ചോദ്യം ചെയ്തുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി പരിഗണിച്ചിരുന്നു കോടതി. ആ കോടതി ഹർജി പരിഗണിച്ചു. ഇത് യഥാർത്ഥത്തിൽ UA സർട്ടിഫിക്കറ്റോടുകൂടി റിലീസ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളത് സിംഗിൾ ബെഞ്ച് ഉത്തരവിടുക മാത്രമല്ല ചെയ്തത്, യഥാർത്ഥത്തിൽ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അതിനിശ്ചിതമായി വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും ആദ്യത്തെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഇത് ഇത്തരത്തിലുള്ള ഒരു റിവൈസിങ് കമ്മിറ്റിക്ക് അയക്കുന്നതിന് ചെയർമാന് യാതൊരുവിധ അധികാരമില്ല എന്നും യഥാർത്ഥത്തിൽ റീജിയണൽ സെൻസർ ബോർഡിന് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നും അതിൽ 5-ൽ 4 പേര് പറഞ്ഞിട്ട് പോലും നിങ്ങൾ അനുമതി കൊടുക്കാത്തത് എന്ത് എന്നുമാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അതിന് യഥാർത്ഥത്തിൽ സെൻസർ ബോർഡിന് ഉത്തരവുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് കോടതി റിലീസിന് വേണ്ടി ഉത്തരവിട്ടു. അപ്പോൾ ഉത്തരവിടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ കോടതി അവധിയാണ്. അപ്പോൾ അങ്ങനെ അവധിയായതുകൊണ്ട് ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ഈ പടം റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് റിലീസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു അപ്പീലുമായിട്ട് പോകാനുള്ള സമയമില്ലല്ലോ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇത്തരത്തിലുള്ളൊരു വിധി വന്നതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള AR സുന്ദരേശൻ കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ഡിവിഷൻ ബെഞ്ചിനെ അപ്രോച്ച് ചെയ്യുകയും ജസ്റ്റിസ് PT ആഷയാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഉടനെ തന്നെ അപ്പീൽ പോകാനുള്ള അവസരം കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. കോടതി തന്നെ അമ്പരന്ന് പോയി. കാരണം ഇത് യഥാർത്ഥത്തിൽ ഈ സിനിമ പുറത്തേക്ക് ഇറങ്ങിയാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ച് വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വിധി എതിരായിട്ട് വരുന്നു, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അപ്പീൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ കഴിയില്ല, അപ്പീലിൽ കൂടി വിധി വരണം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സുപ്രീം കോടതി വരെ കൂടി ഈ കേസ് നീളുമായിരിക്കുമെന്നാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം, BJP തമിഴ്നാട്ടിൽ വിജയനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ തന്നെ ഇതിനു വേണ്ടി പ്രൊമോഷന് വേണ്ടി കോടികളാണ് മുടക്കേണ്ടി വരിക. ഇനിയിപ്പോൾ പ്രൊമോഷനൊന്നും ആവശ്യമില്ല. കാരണം എല്ലാ ചാനലുകളിലും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ തന്നെ ഇത് വലിയ വാർത്തയായി പുറത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വരെ ആ യുദ്ധം നീളുമ്പോൾ നിർമ്മാതാക്കൾക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ റിലീസിങ് ഡേറ്റ് ഒക്കെ നീട്ടി വെക്കേണ്ടി വരും. ഇപ്പോൾ 14-ാം തീയതിയാണ് തീരുമാനിച്ചത്, ഇപ്പോൾ വീണ്ടും അത് ചിലപ്പോൾ നീട്ടി വെക്കേണ്ടി വന്നേക്കാം. പക്ഷെ എങ്കിൽ പോലും ഇത് വലിയ തോതിലുള്ള ഒരു മീഡിയ കവറേജ് അവർക്ക് നൽകും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ആളുകൾക്ക് കാണാനുള്ള വലിയ ക്യൂരിയോസിറ്റി കൂടി ബിൽഡ് ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് DMKയും സ്റ്റാലിനും ഒക്കെ തന്നെ വളരെ അഡമൻ്റായി BJP അവിടെ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ BJPയുടെ വളർച്ചയെ തടയണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ വേണമെങ്കിൽ BJPക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു സഖ്യമാകാൻ കഴിയുന്നത് വിജയാണ്. വിജയ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിജയ് പോലെ ഒരാളെ BJPക്കും അവിടെ കിട്ടാനില്ല. യഥാർത്ഥത്തിൽ അവിടെ അണ്ണാമലയടക്കം മറ്റു പല ആളുകളെയും ഒക്കെ മാറി മാറി പരീക്ഷിച്ചിട്ട് പോലും 2, 3 അല്ലെങ്കിൽ 5% വോട്ടുകൾ കൂട്ടുകയല്ലാതെ തമിഴ്നാടിനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു വലിയ ഗ്രോത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് ദക്ഷിണേന്ത്യയിൽ പല സ്ഥലങ്ങളിലും BJP അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിന് പകരം BJP ഇപ്പോൾ ആലോചിക്കുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ, അവിടെ വിജയനെ തന്നെ അങ്ങോട്ട് അധികാരത്തിലേറ്റുക, അതിനോടൊപ്പം ഒരു സഖ്യകക്ഷിയായി തങ്ങൾ നിൽക്കുക, പിന്നെ മഹാരാഷ്ട്രയിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ചെയ്തേക്കണ പോലെ ആദ്യം ഒരു മൈനർ കക്ഷിയായി ഭരണത്തിലേറുക, ആ മൈനർ കക്ഷിയായി നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, മേജർ കക്ഷിയെ തന്നെ വിഴുങ്ങി വലുതാകാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇത്ര അഗ്രസീവായ ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം എന്ന് പറയുന്നത് വിജയ്ക്കെതിരാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഇത് വിജയിനെ
അവിടെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് വിജയന് വലിയ നേട്ടമേ ഉണ്ടാകൂ, വിജയൻ്റെ ജനസമ്മതി കൂടുകയേ ഉള്ളൂ, വലിയ തോതിൽ വിജയനോടുള്ള ഒരു അനുകമ്പയും അനുതാപവും ഒക്കെ കൂടുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്ത DMK-യിലും AIDMK-യിലും കോൺഗ്രസിലും അതുപോലെ തന്നെ BJP-യിലും ഒക്കെയുള്ള അണികൾ പോലും അദ്ദേഹത്തിൻ്റെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ സിനിമയെ പോലും തടസ്സപ്പെടുത്തുന്നത് എന്ത്? അതും ഒരു ന്യായവും പറയാനില്ലാതെ വെറും അന്യായമായി ഒരു പരാതിയുടെ പുറത്താണ് ഇത് ചെയ്തേക്കുന്നത്. ആ പരാതിയും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിലെ ബോർഡ് മെമ്പറിൽ ഒരാൾ തന്നെയാണ് ഈ പരാതി കൊടുത്തേക്കുന്നത്. അത്തരത്തിലുള്ളൊരു കീഴ്വഴക്കം ഉണ്ടാകുന്നത് പോലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ വിധി എന്താകുമെന്ന് നമുക്കറിയില്ല. ആ ഡിവിഷൻ ബെഞ്ചിലേക്ക് വിധി ഇനിയിപ്പോൾ വിജയ്ക്ക് അനുകൂലമായാലും ഉടനെ തന്നെ സുപ്രീം കോടതിയിലേക്ക് കൂടി ഇവർ പോകുമായിരിക്കും. അങ്ങനെ സുപ്രീം കോടതി വരെ പോകുമ്പോഴുള്ള വലിയ ഹൈപ്പിന് ശേഷം, ആ വളരെ ഈഗർലിയുള്ള വെയിറ്റിങ്ങിന് ശേഷം ആളുകൾ ഇത് വലിയ തോതിൽ സിനിമ കാണാനുള്ള സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സിനിമ വലിയ ഹിറ്റാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ രാഷ്ട്രീയമായിട്ടുള്ള നിരവധി സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അതെല്ലാം തന്നെ സംഭവിക്കും. അപ്പോൾ അതെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ഇതൊരു 100 ദിവസവും 150 ദിവസവും 200 ദിവസവും കൂടി കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെമ്പാടും തന്നെ വലിയ തോതിലുള്ളൊരു വികാരത്തിൻ്റെ വേലിയേറ്റം വിജയ്ക്ക് അനുകൂലമായിട്ട് ഉണ്ടാകാൻ എല്ലാ സാധ്യതയുണ്ട്. കരൂരിൽ വിജയ്ക്കുണ്ടായിട്ടുള്ള വലിയ ഡാമേജിൽ നിന്ന് വിജയ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അവിടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനേക്കാൾ ഇരട്ടി സഹായമാണ് വിജയ് നേരിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം, ഒരു പ്രൊമോഷൻ നടത്തേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ വിജയിക്കില്ല എന്നും ആ പണം പോലും വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചോട്ടെ എന്നും അങ്ങനെ യഥാർത്ഥത്തിൽ ജയിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തകളിലാണ് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ BJP അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തീർച്ചയായിട്ടും വിജയ് ജയിച്ചാൽ 10-20 കൊല്ലമായി അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിനൊക്കെ വലിയ ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചുകളിലൂടെ മാത്രം തങ്ങൾക്ക് എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ കൂടി ഒന്ന് കടന്നു കയറാൻ പറ്റുമോ എന്നുള്ള വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ജനനായകൻ സിനിമയുടെ പുറത്ത് കിടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ആത്യന്തികമായി ഇത് ഗുണം ചെയ്യുക വിജയ്ക്കായിരിക്കുമെന്ന് അറിയാത്തവരല്ല BJP. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തമ്പിലും നിങ്ങളോട് പറഞ്ഞത്, BJP വിജയെ തമിഴ്നാടകം പിടിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെങ്കിൽ ജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്.